ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഞാൻ വൈകിട്ടത്തേക്ക് കപ്പ ഉണ്ടാക്കാൻ പോവാം. ഉണങ്ങി വെച്ച കപ്പയൊന്ന് ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു. കപ്പ അടുപ്പേ വെച്ച് ഉണങ്ങിയ കപ്പയത് അപ്പോൾ കുറച്ചുണ്ടാക്കിയേക്കാന്ന് വെച്ച്. അപ്പോൾ അത് തിളച്ച് വേകാറായി. അപ്പം മുളകും തേങ്ങായും ഒക്കെ ഞാൻ ഒതുക്കി വെച്ചു. ചുവന്നുള്ളി, പച്ചമുളക്, തേങ്ങ, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. നമ്മൾ ഉണക്കക്കപ്പയൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ അരയ്ക്കണം. നെഞ്ചരിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് മല്ലി ചേർക്കും നല്ലതാണ്. അപ്പം അങ്ങനെ ഞാൻ കപ്പ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ കപ്പയ്ക്ക് മീനില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് 6 മാസം മുമ്പ് ഞാൻ ചെറിയ മത്തിയൊക്കെ കിട്ടുമായിരുന്നല്ലോ, അത് ഞാൻ ഉണങ്ങി വെച്ചത് വേറൊരു ചാനലിൽ കണ്ടതാണ്, പച്ചമീൻ ഉണങ്ങുന്നത്. അപ്പം ഞാൻ അതുപോലെ ട്രൈ ചെയ്തു. മത്തി അതുപോലെ ഞാനും ഉണങ്ങി വെച്ച് എന്ന് പറഞ്ഞാൽ മത്തി വാങ്ങി ക്ലീനാക്കി ഒരു ചട്ടിക്കകത്തിട്ട് അടുക്കി വെക്കുന്നു, മേലെ ഉപ്പിടുന്നു. അങ്ങനെ 2-3 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കിട്ടും. അങ്ങനെ ഉണങ്ങിയ മീനായത്. അതെ, ഞാനും അങ്ങനെ ഉണങ്ങി വെച്ച്, പക്ഷേ എടുത്തില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ ഈ കപ്പയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം മീനും മേടിക്കാൻ പറ്റിയില്ല, അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ ഇത് വറുത്തിട്ട് നല്ലതാണോ ഇല്ലെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പം കപ്പയൊക്കെ വേവിച്ച് മീനും വറുത്തിട്ട് കാണാം. കപ്പ അരപ്പൊക്കെ ചേർത്ത് വേവിച്ചു. ഇനിയിപ്പം മീനും കൂടെ വറുക്കണം. മീൻ ഞാൻ വെട്ടി വെള്ളത്തിലിട്ടിരിക്കുക ഉപ്പ് പോകാൻ. അപ്പം മഴയൊക്കെ ആകുമ്പം കപ്പ കഴിക്കാനൊരു സുഖമല്ലേ. അപ്പം മീൻ വറക്കട്ടെ. മൂടി വെച്ചിട്ട് ആ മത്തി ഞാൻ അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെട്ടിയെടുത്ത് വറക്കാൻ അടുപ്പിൽ വെച്ചു. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതുകൊണ്ട് 5-6 ഞാൻ എടുത്തുള്ളൂ. മത്തി വറുത്തെടുത്തു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, കൊള്ളാവോ ഇല്ലെന്ന് നോക്കട്ടെ. കപ്പയിലേക്ക് വെച്ച് തിന്ന് നോക്കട്ടെ. ഉണക്കമത്തിയല്ലേ, നന്മീൻ്റെ രുചിയൊന്നും എന്തായാലും ഉണ്ടാകുകയല്ലോ. നോക്കാൻ മത്തി ഒന്ന് കഴിച്ച് നോക്കട്ടെ. ആ ടേസ്റ്റ് വ്യത്യാസമില്ല, കുറച്ച് ഉപ്പ് കൂടുതലുണ്ട്. ഇപ്പം ഉണങ്ങാൻ നേരത്ത് കൂടുതൽ ഉപ്പ് കിട്ടേണ്ടായിരിക്കും. അല്ല, ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഞാൻ വേറൊരു ചാനലിൽ കണ്ടതാണ്. അപ്പോൾ ഇത് ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അപ്പം മീൻ മേടിക്കാനും വില, അന്നേരമാണ് ഈ ഉണങ്ങി വെച്ചതിൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ ചെറിയ മത്സ്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഉണങ്ങി വെക്കാം. ഉണങ്ങുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മീൻ ക്ലീനാക്കി ചട്ടിക്കകത്തോ പരന്ന പാത്രത്തിലോ എടുക്കുക, മേലെ ഉപ്പിടുക, അങ്ങനെ അടുക്കി അടുക്കി വെക്കുക. അപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ വെള്ളം അടിയിലിങ്ങനെ കിടക്കും, ആ വെള്ളം ഊറ്റിക്കളയണം. അങ്ങനെ 2-3 ദിവസം ഊറ്റിക്കളഞ്ഞ് വെക്കുമ്പോഴത്തേനും മീൻ ഉണങ്ങിയിരിക്കും. അപ്പം അങ്ങനെ ചെറിയ മത്സ്യങ്ങളൊക്കെ നമുക്ക് ഉണങ്ങാം. ആ ചാനലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഏതായാലും ഉപകാരമായി. നിങ്ങളും ട്രൈ ചെയ്യൂ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോ കാണാം.